നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. അതിരപ്പള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനംവകുപ്പ്. ചേലക്കര ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീട്ടുമുറ്റത്ത് ആന എത്തിയതിന്റെ ഞെട്ടലിൽ പ്രദേശവാസികൾ. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥയാണെന്ന് ആക്ഷേപം. കാലവർഷം മറ്റന്നാൾ കേരളത്തിലെത്തിയേക്കും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇത്തരം ശല്യങ്ങൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനത്തിന് അധികാരമുണ്ടെന്നും ഹൈക്കോടതി. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ. ഇന്ധനവില വർധനയിലൂടെ കേരളത്തിന് കിട്ടുന്ന അധിക നികുതി വരുമാനം കുറയ്ക്കുന്ന മണ്ടത്തരം കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ കെ.എൻ. ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ ഇടപെടലിന് തുടക്കമിട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ ഊർജ്ജ സുരക്ഷയും ഉപഭോക്തൃ സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ട് മന്ത്രി രംഗത്തെത്തി. ബി.ജെ.പി. അരവൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ബി.ജെ.പി. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് മിണാലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച തൃശൂരിൽ കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിക്കും. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 വൈകിട്ട് തൃശൂർ ടൗൺഹാളിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാഘോഷം എം.എൽ.എ. രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണപുരം എം.ഇ.എസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷൻ SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സർവീസിൽ നിന്ന് വിരമിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഭഗീലാലിന് ആദരവും നൽകി. സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് കെ സുൽഫി ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. എം.എൽ.എ. പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കണ്ടശാംകടവ് HS മേരീസ് CLP സ്കൂളിൽ പ്രവേശനോത്സവം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. SHF കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഗീതി മരിയ അധ്യക്ഷത വഹിച്ചു. കാൽഡിയൻ സിറിയൻ LP സ്കൂളിലെ പ്രവേശനോത്സവം കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ഡോക്ടർ OU ജിൻസി അധ്യക്ഷത വഹിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റം നിർവഹിച്ചു. 13-നാണ് തിരുനാൾ. എളവള്ളി നിഹാരം ബഡ് സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവേശനോത്സവം വർണ്ണാഭമായി. എം.എൽ.എ. പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ സിവിൽ ലൈൻ വോക്കേഴ്സ് ക്ലബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് KP അജയകുമാറിനെയും വൈസ് പ്രസിഡന്റായി ബിൻസി നിയാസിനെയും സെക്രട്ടറിയായി ജെയിംസ് മുട്ടിക്കലിനെയും തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി മങ്ങാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മതിലിൽ ഇടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് മുതുവട്ടൂർ ഏനി വീട്ടിൽ ഫിറോസ്, റഫീദ, ഫൈഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ CSI പള്ളിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് പറമ്പിലേക്ക് ഇടിച്ചു കയറി. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസാര പരിക്കേറ്റു. വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി തടത്തിൻകര വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. പെരുവല്ലൂർ കണ്ണങ്ങത്ത് സ്വദേശി ഊരുപറമ്പിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് പ്രതി ആക്രമണം നടത്തിയത്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ജീവനക്കാർ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൃശൂർ അമല ആശുപത്രിയിലെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഡോക്ടറുടെ പണവും മറ്റും മോഷ്ടിച്ച കേസിൽ യുവതിയെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി ദീപ്തിയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്.
തിരുവല്ലോമല പട്ടിപ്പറമ്പ് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കുള്ള റോഡിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നു. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊറ്റംകുളം പടിഞ്ഞാറ് അന്തിക്കാട്ട് വീട്ടിൽ അജിത്തിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 7-നാണ് തിരുനാൾ. കുന്നംകുളം നഗരസഭയിൽ നിന്ന് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. ജനറൽ വിഭാഗം സൂപ്രണ്ട് റീജ റാഫേൽ, കണ്ണിജൻ തൊഴിലാളികളായ ദാസൻ, സതീശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പച്ചക്കറി പരിപാലന ക്ലാസും തൈ വിതരണവും നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.